ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ ശബ്ദം ഓഡിയബിൾ ആണോ? എല്ലാവരും അൺമ്യൂട്ട് ചെയ്തിട്ട് ഗുഡ് മോർണിംഗ് പറയട്ടോ. Good morning, sir. Good morning, sir. Good morning. Good morning. Good morning. Good morning. നമ്മളെ ഈ പ്രോഗ്രാമിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ ഓക്കെ, എസ്പെഷ്യലി നമ്മളെ ഈ മാരത്തോൺ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ട് മുകളിലേക്ക് വരിക. ഇനി ആരെങ്കിലും മാരത്തോണിനെ കുറിച്ച് അറിയാനും ഇനി ഇതിലേക്ക് വരാനും ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരും ഹാൻഡ് റൈസ് ചെയ്ത് മുകളിലേക്ക് വരിക. കാരണം എന്താ അറിയോ, ഇന്നത്തെ ഈ സെഷൻ മുഴുവനായിട്ട് നിങ്ങളെ കേന്ദ്രീകരിച്ചാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങളുടെ കോപ്പറേഷൻ, നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ, ആക്ഷൻ നിർബന്ധമായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് ഇന്നത്തെ സെഷൻ തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഒരു ദിവസം നിങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടുകയാണ്, കുറച്ച് പൈസ അല്ല, 86,400 രൂപ നിങ്ങൾക്ക് കിട്ടുകയാണ്. ചാറ്റ് ബോക്സ് ഓൺ ആണ്. അങ്ങനെയെങ്കിൽ ഈ 86,400 രൂപ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ചെലവാക്കണം. നാളേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് കയ്യിൽ നിന്ന് ലാപ്സായി പോകും. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം വരികയാണെന്നുണ്ടെങ്കിൽ ഈ 86,400 രൂപ നിങ്ങൾ മുഴുവനായിട്ട് ചെലവാക്കുമോ, അല്ലെങ്കിൽ ബാക്കി ഉണ്ടാകുമോ എന്നാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ചാറ്റ് ബോക്സ് ഓൺ ആണ്. നാളെ വീണ്ടും ഇതേപോലെ 86,400 രൂപ നിങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പൊ അതിനുള്ള എന്താണ് ചെയ്യുക? വെരി ഗുഡ്. നല്ല ഉത്തരാണ്. ഓക്കെ, വെരി ഗുഡ്. പുതിയ ഗസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവര് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ട് ടൈപ്പ് ചെയ്യുക. നാളെ ഒരൊറ്റ ദിവസമുള്ള ഈ 86,400 രൂപ നമുക്ക് ചെലവാക്കാൻ ഉണ്ട് എന്നുള്ളൊരു ബോധ്യമുള്ളത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കൂല. നമ്മളെ മുന്നിൽ എന്താണ് ഉണ്ടാവുക അത് നമ്മൾ ചെയ്യും, അല്ലേ? സാധാരണഗതിയിൽ പ്ലാനിങ്ങോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോകുന്ന കാര്യമാണ്. അതേപോലെ ഈ 86,400 എന്നുള്ളത് പൈസയായിട്ട് ഞാനൊരു പ്രതീകമായിട്ട് വെച്ചാണ്. ഇത് ഒരു ദിവസത്തിൽ നമ്മളെ നിമിഷമായിട്ട് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു ദിവസത്തിൽ 86,400 സെക്കൻഡുകൾ കടന്നു പോകുന്നുണ്ട്. ഒരൊറ്റ ദിവസമേ ഉള്ളൂ നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അർജന്റ് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ എന്നുള്ള ഒരു സ്ഥിതിവിശേഷം വന്നു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഇതിലേക്ക് ഫോക്കസ് ചെയ്യില്ലേ? അതോടുകൂടെ തന്നെ ആ കാര്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് പ്രവർത്തിക്കുകയില്ലേ എന്നാണ് എൻ്റെ ഒരു ചോദ്യമായിട്ട് വരുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് മുന്നിലേക്ക് ഇപ്പോൾ മാരത്തോൺ 1 മാസമായിട്ടും അതേപോലെ 10 ദിവസമായിട്ടുമുണ്ട്. ഇതിന് മുന്നേ ധാരാളം പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ആക്ഷനുകൾ ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് പുതിയതായിട്ട് വന്ന ആൾക്കാരുണ്ടാവും. 1 മാസമായിട്ട് കണ്ടിന്യൂ ചെയ്ത് റിസൾട്ട് കിട്ടാതെ വീണ്ടും ഈ മാരത്തോൺ ജോയിൻ ചെയ്ത് റിസൾട്ടുകൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നവരുണ്ടാവും, അല്ലേ? അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ വെയിറ്റ് ലോസ് മാരത്തോണിൽ നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രീം ബോഡി എങ്ങനെ അച്ചീവ് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. ബേസിക് ആയിട്ട് നിങ്ങളെ ഇന്റർനെറ്റ് പ്രോപ്പർ ആണോ എന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങൾ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്കും പെന്നും കയ്യിൽ കരുതുക. ഏതെങ്കിലും സ്ലൈഡുകൾ നിങ്ങൾക്ക് പാസ്സാവുന്നുണ്ടെങ്കിൽ, റീച്ച് ആവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്യുക. സംശയങ്ങൾ നിങ്ങളെ കോച്ചുമായിട്ട് നിങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്യുക. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വിഷയം സംസാരിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നെക്സ്റ്റ് സ്ലൈഡ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഹെൽത്തിനെ കുറിച്ചാണ്, ആരോഗ്യത്തെ കുറിച്ചാണ്, അല്ലേ? ഇന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ അധികം ആൾക്കാരില്ല. നെക്സ്റ്റ് സ്ലൈഡ്. 75% വേൾഡിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ പെരുക്കുകയാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്.
ഈ ഒരു പ്രവർത്തനം കൊണ്ട് തന്നെ വെൽനസ് കോച്ച് എന്ന നിലക്ക് നമ്മളുടെ കർത്തവ്യമാണ് ആളുകളെ അവെയർ ചെയ്ത് ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് അനീഷ് മുഹമ്മദ് എന്നാണ്. നെക്സ്റ്റ് സ്ലൈഡ്. വയസ്സ് 33. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന ഫിറ്റ് ലൈഫ് ടീമിൻ്റെ ഭാഗമായിട്ടാണ്. ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നതിന് മുന്നേ എൻ്റെ തെറ്റായ ഭക്ഷണ രീതി, ജീവിതശൈലി, ഒരാളുടെ മുന്നിലും കമ്മിറ്റ് ആവാതിരിക്കുന്ന ഒരവസ്ഥ, അതുകൊണ്ട് തന്നെ ഡിസിപ്ലിൻ ഇല്ലാത്ത ജീവിതം, മുന്നിൽ കിട്ടിയ ഭക്ഷണങ്ങളൊക്കെ വാരി വലിച്ച് കഴിച്ചിരുന്ന ഒരവസ്ഥ, പറഞ്ഞു തരാൻ ഒരാളില്ല. ഹെൽത്തി ആവണം, ഫിറ്റ് ആവണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ട് പല മെത്തേഡുകളും ഫോളോ ചെയ്തു, 6ഓളം മെത്തേഡുകൾ ഫോളോ ചെയ്തു. കൃത്യമായിട്ട് റിസൾട്ടുകൾ കിട്ടാതിരുന്നത് കൊണ്ട് തന്നെ അതൊക്കെ ഇടയിൽ വെച്ച് നിർത്തി പോവുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റിനെ പരിചയപ്പെട്ടത്. കമ്മ്യൂണിറ്റി എനിക്ക് പഠിപ്പിച്ചു തന്നൊരു കാര്യം എന്താ വെച്ചാൽ, എനിക്ക് കൃത്യമായ എഡ്യൂക്കേഷൻ നൽകി. ഞാൻ മുന്നേ ചെയ്ത കാര്യങ്ങളും ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള തിരിച്ചറിവ് എനിക്ക് രാവിലെ നടക്കുന്ന ഈ എഡ്യൂക്കേഷൻ സെഷനിലൂടെ എനിക്ക് കിട്ടാൻ തുടങ്ങി. അതിലൂടെ എൻ്റെ തെറ്റായ ഭക്ഷണ രീതി, ജീവിതശൈലി ഞാൻ മുഴുവനായിട്ട് മാറ്റി. അതിനോട് കൂടെ ഗുഡ് ന്യൂട്രീഷൻ ആഡ് ചെയ്തപ്പോൾ 21ാമത്തെ ദിവസം 10 കിലോ കുറക്കാൻ കഴിഞ്ഞു, വെയിറ്റ് കുറക്കാൻ കഴിഞ്ഞു. ബോണസ് ആയിട്ടുണ്ടായിരുന്ന എല്ലാ ഹെൽത്ത് ഇഷ്യൂ എനിക്ക് റിലീഫ് ആവുകയും ചെയ്തു. തുടർന്ന് വീണ്ടും ഞാൻ ഇതിനെക്കുറിച്ചിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും, എൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഏകദേശം 9.5 വർഷമായിട്ട് മുംബൈയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുന്നേ ഏകദേശം 13ഓളം വർഷം ഒരു അധ്യാപകനാണ്, മതാചാര്യനായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവസരങ്ങളുണ്ട് ഭക്ഷണം കഴിക്കാൻ. പക്ഷെ നമ്മളെ കൺട്രോൾ ചെയ്യാനും ഇന്നതാണ് കഴിക്കേണ്ടത് എന്ന് പറഞ്ഞു തരാനും ഒരാളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അൺഹെൽത്തി സിറ്റുവേഷനിൽ ആണ് മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തെ തിരിച്ചു പിടിച്ചത്. ഏകദേശം 1.5 മാസം കൊണ്ട് കറക്റ്റായിട്ട് പഠിച്ച് മനസ്സിലാക്കി അപ്ലൈ ചെയ്തപ്പോൾ 1.5 മാസം കൊണ്ട് 51 കിലോ വെയിറ്റ് ലോസ് ചെയ്യുന്ന പ്രോസസ്സിൽ എൻ്റെ ബോണസാണ് എല്ലാ ഹെൽത്ത് ഇഷ്യൂ റിലീഫായി. ആൻറ്റി ഏജ് പ്രോസസ്സിലേക്ക് വരാൻ കഴിഞ്ഞു. സ്കിന്നിനുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. ഇത് ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ റിസൾട്ട് ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഇന്നത്തെ മെയിൻ ടോപ്പിക്കിലേക്ക് ഞാൻ വരാം. ഇഷ്ടപ്പെട്ടോ? റിസൾട്ട് ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഓക്കെ. ചാറ്റ് ബോക്സ് ഓൺ ആണ്. എപ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ചാറ്റ് ബോക്സ് ഓൺ ആണ് കേട്ടോ. ഇന്ന് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി മാരത്തോൺ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ചലഞ്ചേഴ്സിന് വേണ്ടിയിട്ടാണ്. എൻ്റെ ഏകദേശം ഹെർബലൈഫിലെ 2 വർഷത്തെ എക്സ്പീരിയൻസും 51 കിലോ വെയിറ്റ് ലോസ് ചെയ്തതിൻ്റെ റിസൾട്ടും ഈ മാരത്തോൺ ഏകദേശം ഒരു 10 ലാപ്പുകളോളം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ നിലക്ക് അതിൽ നിന്ന് മനസ്സിലായ കുറച്ച് ചിന്തകളാണ്, കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ ആർ യു റെഡി? നിങ്ങൾ റെഡിയാണോ? നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഒരു 5 ടിപ്പാണ് നിങ്ങൾക്ക് ഈ വെയിറ്റ് ലോസ് മാരത്തോൺ നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫാസ്റ്റസ്റ്റ് ആയിട്ട് റിസൾട്ടുകൾ കിട്ടാൻ നിങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങൾ പറയുന്നത്. ചാറ്റ് ബോക്സ് ഓൺ ആവണം കേട്ടോ. ചാറ്റ് ബോക്സ് ഓൺ ആണ്. നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആണ് എന്നെ കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ചെയ്യുക, ഔട്ട്പുട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുക. ഓക്കെ, നമ്പർ 1 റൂൾ. ഈ ഒരു കാര്യം നിങ്ങളിൽ ഉണ്ടോ എന്ന് ഓൾറെഡി മാരത്തോണിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നിരീക്ഷിക്കുക, നോക്കുക. അതിനാണ് ബുക്കും പെന്നും വേണമെന്ന് പറഞ്ഞത്. നമ്പർ 1, നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വാസം വന്നിട്ടുണ്ടോ? ബിലീഫ് ഇൻ യുവർ സെൽഫ്. നമ്മളിൽ വിശ്വാസം വരാതെ നമ്മൾ BTC അല്ല, മാരത്തോൺ അല്ല, എന്ത് നടത്തിയിട്ടും കാര്യമില്ല. നമ്മളിലാണ് വിശ്വാസം വരേണ്ടത്. മറ്റുള്ള ആളുകൾ എന്തു വിചാരിച്ചോട്ടെ, നമ്മളിൽ എന്ത് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണം എന്നുള്ള ബോധ്യം നമ്മളിലാണ് വേണ്ടത്. പുതിയൊരു പഠനം പറഞ്ഞിട്ടെ. നെക്സ്റ്റ് സ്ലൈഡ്. പുകവലിയേക്കാൾ ഏറ്റവും കൂടുതൽ മരണങ്ങൾക്ക് വിധേയമാവുന്നത് തെറ്റായ ഭക്ഷണക്രമമാണെന്നുള്ള പുതിയ പഠനങ്ങൾ നിങ്ങൾ കേട്ടിരിക്കും. ഇത് നമുക്ക് പൂർണ്ണ ബോധ്യമാണ്. തെരുവുകളൊക്കെയും വഴികളൊക്കെയും നാടുനീളെ ജങ്ക് ഫുഡുകളും പ്രോസസ് ഫുഡുകളും അടക്കി വാണിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ
ഒരു ജ്വരമായിട്ടാണ് ഫുഡ് അഡിക്ഷൻ മാറിയിട്ടുള്ളത്. അത് ചിലപ്പോൾ വ്ളോഗറിന്റെ രൂപത്തിലാവാം, റീൽസിന്റെ രൂപത്തിലാകാം. നമ്മളെ അവിടേക്ക് എത്തിക്കാനുള്ള എല്ലാ പദ്ധതികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മരണങ്ങൾ ഗണ്യമായി കൂടുന്നു. ഇതിന് സിമ്പിൾ ഉദാഹരണം പറഞ്ഞിട്ടെ. നെക്സ്റ്റ് സ്ലൈഡ്. മൊബൈൽ ഫോൺ അമിതമായി ഉപയോഗിക്കുന്നത് നമുക്ക് തെറ്റാണെന്ന് അറിയാലോ. പക്ഷേ നിങ്ങൾ നോക്കൂ, മൊബൈൽ ഫോണിന്റെ ഉപയോഗം എത്രത്തോളമാണുള്ളത്. ഇതൊരു പുതിയ സ്റ്റഡിയാണ്. നിങ്ങൾ നോക്ക്, 5 ബില്യണോളം ആളുകൾ മൊബൈൽ ഫോൺ ഡെയിലി ബേസിൽ ഉപയോഗിക്കുന്നുണ്ട്. 50% ആൾക്കാർ മൊബൈൽ ഇല്ല എന്നുണ്ടെങ്കിൽ ജീവിതം പോലും ഒരു ദിവസം മുന്നോട്ട് നീക്കാൻ പറ്റില്ല. 66% ഓരോ ദിവസവും 160 പ്രാവശ്യം വെച്ചിട്ട് മൊബൈൽ നോക്കുന്നുണ്ട്. ഇങ്ങനെ പല അവസ്ഥയിലൂടെയാണ് മൊബൈലിന്റെ ഉപയോഗം കടന്നു പോകുന്നത്. ഇത് നമുക്കറിയാം. നിങ്ങൾ ശീതയുദ്ധം എന്ന് കേട്ടിട്ടുണ്ടോ? അഥവാ കോൾഡ് വാർ. അതേപോലെ നമ്മളെ മസ്തിഷ്കത്തെ പ്രക്ഷാളനം ചെയ്യാൻ വേണ്ടിയിട്ട്, മുഴുവനായിട്ട് നമ്മളെ മാറ്റാൻ വേണ്ടിയിട്ട്, നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ പിന്നിൽ ബില്യൺ കണക്കിന് ചെലവാക്കിയിട്ട് ഒരു വലിയൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു യുദ്ധമാണ്, ഒരു വിർച്വൽ വാറാണ്. ഇത് നമുക്ക് തടുക്കാൻ കഴിയില്ല. ഒരാൾക്കോ 2 ആൾക്കോ 3 ആൾക്കോ ഒന്നും തടുക്കാൻ കഴിയില്ല. നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കാൻ താല്പര്യമില്ല എന്ന് പറയും, മാറ്റി വെച്ചത് കൊണ്ട് കാര്യമില്ല. ഇതേപോലെ തന്നെയാണ് നമ്മളെ ഫുഡ് അഡിക്ഷനും. ഈ ഒരു ഉദാഹരണം നിങ്ങൾ റിലേറ്റ് ചെയ്ത് നോക്കൂ. മക്കൾ ഉപയോഗിക്കുന്ന സമയത്ത് അവർക്ക് കണ്ണിന് കേടാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം നമുക്കുണ്ട്. പക്ഷെ നമ്മളെ മക്കൾ കരയാതിരിക്കാൻ നമ്മൾ കൊടുക്കുന്നത് മൊബൈലാണ്, അല്ലേ? ഇതേപോലെ തന്നെ ഫുഡ് അഡിക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥ, ഫുഡ് അഡിക്ഷൻ നമ്മളെ മുന്നിലുണ്ട്, മൊബൈൽ അഡിക്ഷൻ നമ്മളെ മുന്നിലുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്കൊരു മാറ്റം വരാൻ എന്താണ് പരിഹാരം? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? 63%, നെക്സ്റ്റ് സ്ലൈഡ്, 63% പ്രോസസ് ഫുഡുകളാണ് ഡെയിലി ബേസിൽ വേൾഡ് തലത്തിൽ ആളുകൾ ഇൻടേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ മാരത്തോണിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. ഇത് നടക്കുന്നത് ഒരു ഹോസ്പിറ്റലാണ്. കഴുത്തിന് താഴെ പാരലൈസ് ആയിട്ട് ഒരാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല വെച്ചിട്ട് എന്നെ ഒന്ന് കളഞ്ഞു തരുമെന്ന്. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞിട്ട് വേറൊരു പേഷ്യന്റ് അതേ റൂമിൽ തന്നെ അഡ്മിറ്റ് ആയി. അദ്ദേഹത്തിന് നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. അദ്ദേഹം വെല്ലനെ നടന്നിട്ട് ഒരു ജനൽപ്പൊളിന്റെ അടുത്തേക്ക് എത്തി. ഈ പാരലൈസ് ആയി കിടക്കുന്ന ആള് അവിടെ തന്നെ ബെഡിൽ കിടക്കുകയാണ്, വേദന കൊണ്ട് സഹിക്ക വയ്യാതെ. അപ്പൊ രണ്ടാമത്തെ ആള് ജനൽപ്പൊളിന്റെ അടുത്ത് നിന്ന് പുറത്ത് കാണുന്ന വിശേഷങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ത് രസാണല്ലേ, പുറത്ത് ആളുകൾ കളിക്കുന്നുണ്ട്. എന്ത് രസാണല്ലേ, അവിടെ തൊട്ടടുത്തൊരു മാർക്കറ്റ് ഉണ്ട്. എന്ത് രസാണ്, അവിടെ ആളുകൾ ആശ്ലേഷം ചെയ്യുന്നു, സന്തോഷിക്കുന്നു, ചിരിച്ചു കൊണ്ടിരിക്കുന്നു, വെള്ളത്തിൽ കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ കൊതിപ്പിക്കുകയാണ്. പിറ്റേ ദിവസം ഇതേ കഥ കേൾക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കാത്തുനിന്നു. ആ രണ്ടാമത്തെ വ്യക്തി വീണ്ടും അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് പുറത്തുള്ള ലോകം മുഴുവനായിട്ട് അസ്തമിച്ചു എന്ന് വിചാരിച്ചിരുന്ന ഈ ആൾക്ക് പ്രതീക്ഷ വരാൻ തുടങ്ങി. ജീവിതം അവസാനിച്ചതിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. 2-3 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലെ നോക്കുന്ന സമയത്ത് ആ വ്യക്തിയെ കാണാനില്ല. നേഴ്സിനോട് ചോദിച്ചു. നേഴ്സ് പറഞ്ഞു, കഴിഞ്ഞ ദിവസം അവർ മരണപ്പെട്ടു പോയി എന്ന്. തനിക്ക് ലോകം അസ്തമിച്ചു എന്ന അവസ്ഥയിൽ നിന്ന് ലോകം കാണിച്ചു തന്ന വ്യക്തിയാണ് അദ്ദേഹം. ഇനി ഞാൻ എങ്ങനെയാണ് ജീവിക്കുക എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് വന്ന സമയത്ത്, ഇനി ഒരിക്കലെങ്കിലും മരിക്കണേന്റെ തൊട്ട് മുന്നേ ആ പുറം ലോകം എനിക്കൊന്ന് കാണണം എന്ന് വിചാരിച്ചു. അങ്ങനെ തനിക്ക് കഴിയുന്നില്ല, പാരലൈസ് ആണ്. ആവുന്ന വിധത്തിലൊക്കെ കയ്യും കാലൊക്കെ അനക്കാൻ നോക്കി, അനങ്ങുന്നില്ല. മുഴുവനായിട്ട് പ്രഷർ എടുത്തിട്ട്, എല്ലാ പവർ എടുത്തിട്ട് അദ്ദേഹത്തിന് കാണണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് അദ്ദേഹം ശ്രമം നടത്തി അവസാനം ബെഡിൽ നിന്ന് താഴെ വീണു. അങ്ങനെ വേച്ച് ആ ജനൽപോളിന്റെ അടുത്ത് എത്തിയ സമയത്ത് മുഴുവൻ അന്ധകാരം, ഡാർക്ക്.
അപ്പൊ ഉടനെ തന്നെ അട്ടഹസിച്ചിട്ട് നേഴ്സിനെ വിളിപ്പിച്ചു. നേഴ്സിനോട് പറഞ്ഞു, എന്നെ ആ ചങ്ങാതി പറ്റിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം വരെ എനിക്ക് അവിടെ നടന്നിരുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് പറഞ്ഞു തന്നിരുന്നു. നിങ്ങൾ എന്തിനാണ് ഇവിടെ ഒരു മതിൽ വെച്ചിട്ട് അതിനെ ബ്ലോക്ക് ചെയ്തതെന്ന് ചോദിച്ചു. ആ സമയത്ത് നേഴ്സ് പറയും, എന്തിനാണ് നിങ്ങളുടെ സുഹൃത്ത് കള്ളം പറഞ്ഞതെന്ന് അറിയില്ല, പക്ഷേ നിങ്ങൾ ഇപ്പോൾ നടക്കാൻ കാരണമായത് പുറത്ത് നിങ്ങൾക്ക് കാഴ്ചകൾ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായ സമയത്താണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ BTCയിലേക്ക് വരുന്ന സമയത്ത്, ഈ മാരത്തോണിലേക്ക് വരുന്ന സമയത്ത് അധികം വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഈ മാരത്തോണിൽ നിങ്ങൾ ആക്റ്റീവായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളെ സമ്മതിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ പല കാരണങ്ങളും സാഹചര്യങ്ങളിലും നിങ്ങൾ മുഴുകി ഇരിക്കും. പക്ഷേ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യത്തെ കുറിച്ചിട്ട് ഉള്ളിൽ ഒരു ആഗ്രഹം ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും നല്ല വിന്നറായി മാറുന്നത്. നമ്മളെ അഡിക്ഷൻ എന്തുമാവട്ടെ, ഫുഡ് അഡിക്ഷൻ ആവട്ടെ, മൊബൈൽ അഡിക്ഷൻ ആവട്ടെ, എന്ത് അഡിക്ഷൻ ആവട്ടെ, ഈ അഡിക്ഷനെ മാറ്റാനുള്ള ഏക സൊല്യൂഷൻ നമ്മളെ ഉള്ളിലുള്ള ആഗ്രഹം, ഡിസയർ ഉണ്ടല്ലോ, ഈ ഡിസയറിനെ കൂടുതൽ സമയത്തിലേക്ക് മാറ്റി വെച്ചാൽ മതി. നിങ്ങളുടെ ഡിസയർ ഫിറ്റ്നസ് ഗോൾ നേടിയെടുക്കലാണെന്നുണ്ടെങ്കിൽ ആ ഫിറ്റ്നസ് ഗോളിന് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കുന്ന ഒരവസ്ഥ നിങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ എനർജി ലോസ് ആവും. ഇതിലൊക്കെ പെരറ്റോ റൂൾ എന്ന് പറയുന്ന റൂൾ ഉണ്ട്, 80-20 റൂള്. നമ്മുടെ 20% റിസൾട്ടാണ്, പ്രവർത്തനങ്ങളാണ് 80% റിസൾട്ടായി മാറുന്നത്. സോ ഡെയിലി ബേസിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കുക. മുന്നേ ചെയ്തിരുന്നത്, ഇപ്പോ മാരത്തോണിൽ വന്ന സമയത്ത് രാവിലെ എണീക്കാൻ തുടങ്ങി അല്ലേ, കോച്ചിന്, ക്യാപ്റ്റന് ഫോട്ടോ അയച്ചു കൊടുക്കാൻ തോന്നി അല്ലെ, നിങ്ങൾ ചെയ്യാത്ത പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. അപ്പൊ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കൂ. ഇപ്പൊ ഇടാൻ കഴിയാത്ത, ഈ അടുത്ത് ഒരു എക്സ്പീരിയൻസ്, ഒരു കസ്റ്റമർ ഷെയർ ചെയ്യുന്ന സമയത്ത് കേട്ടത്, എന്റെ ഡ്രസ്സുകളൊക്കെ അടക്കി വെച്ചിട്ടുണ്ട്, എനിക്ക് മുന്നേ ഇടാൻ കഴിഞ്ഞില്ല, ഇപ്പൊ എനിക്ക് ഇടാൻ പറ്റുന്നുണ്ട് എന്നാണ്. അപ്പൊ അതേപോലെ ഒരു 5 കിലോ കുറഞ്ഞ, 10 കിലോ കുറഞ്ഞാൽ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഇടാൻ പറ്റാത്ത ഡ്രസ്സുകളൊക്കെ ഇടുന്നതിന്റെ ഒരു മാനസികാവസ്ഥ. അതേപോലെ നിങ്ങൾ നല്ല രീതിയിലൊന്ന് ഫോട്ടോ എടുത്തിട്ട് നിങ്ങളൊന്ന് മുന്നത്തെയും ഇപ്പത്തേക്കും ഒന്ന് വെച്ച് നോക്കൂ, വിഷ്വലൈസ് ചെയ്ത് നോക്കൂ. അതാണ് സത്യത്തിൽ ഈ വെയിറ്റ് ലോസ് മാരത്തോണിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളത്. നിങ്ങൾ എന്ന വ്യക്തിയെ മുഴുവനായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ ഈ മാരത്തോൺ നിങ്ങൾ പോലും അറിയാതെ സഹായിക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ ഒരു വ്യക്തിയോ ടെസ്റ്റിമോണിയലായിട്ട് പറയാം. ഇദ്ദേഹത്തിന്റെ പേര്, നെക്സ്റ്റ് സ്ലൈഡ്, ഇദ്ദേഹത്തിന്റെ പേര് ഫൈസൽ എന്നാണ്. ഇദ്ദേഹം ഈ കമ്മ്യൂണിറ്റിയിലേക്ക് 8 വർഷം മുന്നേ ഇവരുടെ ഫാദറും മദറും ഈ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. എന്നിട്ട് പോലും വിശ്വാസമില്ലാത്തൊരു വ്യക്തി. പക്ഷേ ജീവിതം അൺഹെൽത്തിയിലാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം വന്ന സമയത്ത് ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്നത് ഒരു പെട്രോൾ കമ്പനിയിലാണ്. ഒരു ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം വന്നു, അൺഹെൽത്തി സിറ്റുവേഷനിലേക്ക് ആണ് പോകുന്നത് എന്ന് മനസ്സിലായി. ശേഷം നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നു, ഇവിടുത്തെ ഫുഡ് ഹാബിറ്റ് മുഴുവനായിട്ട് മനസ്സിലാക്കി, മുന്നത്തെ ഫുഡ് ഹാബിറ്റിൽ നിന്ന് ചേഞ്ച് വരുത്തി ഗുഡ് ന്യൂട്രീഷൻ ആഡ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഒരു കോച്ചിന് അനുസരിച്ച സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ റിസൾട്ട് നിങ്ങൾക്ക് കേൾക്കണം. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഞാൻ അദ്ദേഹത്തെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ ഒന്ന് റിസൾട്ട് കേട്ടോളൂ. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഫൈസൽ, ഇവിടെ ഫിറ്റ് ലൈഫ് വെൽനസ് സെന്റർ എന്നാണ്. ഞാൻ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഈ ഹെർബൽ ലൈഫിനെ കുറിച്ചിട്ട് ഒരു 8 വർഷം മുമ്പ് തന്നെ എനിക്ക് അറിയായിരുന്നു. എൻ്റെ വീട്ടിൽ ഉമ്മ ഉപ്പ ഒക്കെ ഉപയോഗിച്ചിരുന്നതാണ് ഈ ഫുഡ്. പക്ഷെ അന്നൊന്നും എനിക്ക് ഹെൽത്ത് പരമായിട്ട് ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്കൊരു മൈൻഡ് കൊടുത്തിട്ടില്ല. അത് അവർ പോകുന്നുണ്ട്, അവർ റിസൾട്ട് കിട്ടുന്നത്, എന്താ നമുക്കത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ വിട്ടു. പക്ഷെ എനിക്കൊരു 30 വയസ്സ് വരെ ഞാൻ നല്ല ആക്റ്റീവായിട്ട് ഒരു അസുഖങ്ങളോ ഒരു ഹെൽത്ത് പരമായിട്ട് ഒരു ബുദ്ധിമുട്ടോ ഇല്ലാതെയാണ് ഞാൻ പോയിരുന്നത്. അപ്പോ അതിനുശേഷം എനിക്കിപ്പോ ഒരു 35 വയസ്സായി. ഈ ഒരു 31 to 35 വയസ്സിന്റെ ഉള്ളിൽ ഒരുപാട് ഹെൽത്ത് പരമായിട്ട് ഞാൻ പ്രശ്നങ്ങൾ നേരിട്ടു. സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെറിയ രീതിയിൽ ക്ഷീണങ്ങൾ ഉണ്ടായിരുന്നു, പിന്നെ തലകറക്കം വരൽ തുടങ്ങി, പിന്നെ തണ്ടൽ വേദന, കാലുകടച്ചില്, അങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും ആരോഗ്യം വളരെയധികം മോശമായി പോയിരുന്നു. ഞാൻ അവിടെ പെട്രോളിയം കമ്പനിയിലാണ് ദുബൈയിൽ വർക്ക് ചെയ്തിരുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു സിറ്റുവേഷനിൽ ഇത്ര ചെറുപ്പം പ്രശ്നങ്ങൾ നേരിടാൻ എന്താ കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല. എങ്ങനെ നോക്കിയിട്ടും എനിക്കൊരു എനർജി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും ചെറുപ്പമാണ്, ഒരു 35 വയസ്സേ ആയിട്ടുള്ളൂ.
അപ്പോ ഇപ്പൊ ലാസ്റ്റ് ഒരു 4 മാസം മുന്നേ ഹാർട്ട് സംബന്ധമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ട് അഞ്ചോരം ചെയ്തിട്ടാണ് ഞാൻ അവിടെ ട്രീറ്റ്മെന്റ് ഭാഗമായിട്ടാണ് ദുബൈയിൽ നിന്ന് വന്നത്. വന്നപ്പോഴാണ് ഞാൻ ഇവിടെ ആസ്റ്ററിലൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിക്കുന്നുണ്ട്. ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന്റെ ഇടയിലാണ് എന്റെ ഉമ്മയാണ് എന്നെ ഇവിടെ കണക്ട് ആക്കാൻ കോച്ച് അനീഷിനായിട്ട് കോണ്ടാക്ട് ചെയ്തത്. അനീസ് സാറിനെ കോണ്ടാക്ട് ചെയ്ത് എനിക്ക് ഇവിടെ എത്താൻ സാധിച്ചത്. ഇവിടെ എത്തി എന്താ പറയാ, ഞാന് ഈ ഒരു ജീവിതത്തിൽ ഇനി ഒരു മെഡിസിൻ എല്ലായ്പ്പോഴും ഉപയോഗിച്ച് അങ്ങനെ ജീവിതം മുന്നോട്ട് പോവാന്നുള്ളൊരു മൈൻഡിലാണ് ഇരുന്നിരുന്നത്. ഇവിടെ വന്ന് ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കി എഡ്യൂക്കേഷൻ സെഷനും മറ്റുള്ള കാര്യങ്ങളും കോച്ചിന്റെ ഗൈഡൻസ് ഒക്കെ കേട്ടപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് വന്ന് ഞാൻ ഇതിപ്പോ ഒരു 3.5 മാസമായിട്ട് ഈ ഒരു ഫുഡ് കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഞാൻ എന്റെ ഫുഡ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് ക്ലിയർ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ഹെൽത്ത് പരമായിട്ട് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടി. അപ്പോ എനിക്കുണ്ടായിരുന്ന ഹെൽത്ത് പരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നല്ല സോൾവ് കിട്ടി. നല്ല ആക്റ്റീവായിട്ട് എനർജി ആയിട്ട് ഇപ്പൊ എനിക്ക് ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിന് എന്നെ സഹായിച്ച എന്റെ കോച്ച് അനീഷ് മുഹമ്മദ്, അതുപോലെ തന്നെ എന്റെ സീനിയർ കോച്ച് അൻസാർ സാർ ആൻഡ് ഷക്കീല മാഡത്തിന് താങ്ക്സ്. താങ്ക് യു വെരി മച്ച് ഫൈസൽ ബ്രോ. ഓക്കെ, റിസൾട്ട് ഇഷ്ടപ്പെട്ടോ? സന്തോഷകരമായ ഒരു കാര്യം പറയട്ടെ, ഇദ്ദേഹം ഒരു മാരത്തോൺ പാർട്ടിസിപ്പേറ്റ് കൂടിയാണ്, ചലഞ്ചറാണ്. റൂൾ നമ്പർ 1 ഇഷ്ടപ്പെട്ടോ? വിശ്വാസം ഉണ്ടാവും ഇനി മാരത്തോൺ ചെയ്യാൻ? ചാറ്റ് ബോക്സ് ഓൺ ആണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എല്ലാവരുടെയും അനുമതിയോട് കൂടി റൂൾ നമ്പർ 2 പറയട്ടെ. നെക്സ്റ്റ് സ്ലൈഡ്. റൂൾ നമ്പർ 2, ചേഞ്ച് 1% ചേഞ്ച് അറ്റ് എ ടൈം. വലിയ മാറ്റങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സോറി ടു സേ, നാളെ തന്നെ നിങ്ങൾക്ക് 5 കിലോ കുറയണം, 10 കിലോ കുറയണം, നിങ്ങളുടെ ഡയബറ്റിക് നോർമൽ ആവണം, അൺഹെൽത്തി സിറ്റുവേഷനിൽ നിന്ന് ഹെൽത്തി ആവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സോറി ടു സേ നിങ്ങൾക്ക് അതിന് കഴിയില്ല. ബട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പറയുന്നു, ഐ ക്യാൻ ഗ്യാരണ്ടി യു ക്യാൻ ട്രാൻസ്ഫോം ലൈക്ക് ഹെൽ. ഒരു ഉദാഹരണം, നിങ്ങളെ കയ്യിലൊക്കെ മൊബൈൽ ഉണ്ടല്ലോ അല്ലേ? മൊബൈലില്ലേ, തൊട്ടടുത്ത് തന്നെ മൊബൈൽ ഉണ്ടാവും. ഈ മൊബൈല് ഒന്ന് എടുക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കി. എടുക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കും. അഷ്റഫ് ഖാൻ ഒന്ന് എടുക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കും. ശ്രമിക്കാൻ പറ്റുന്നുണ്ടോ? എടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ് പ്രയാസകരമായ കാര്യം. അത് ചെയ്യുക എന്നുള്ളത് എളുപ്പമാണ്. നിങ്ങൾ വെയിറ്റ് ലോസ് ജേണിയിലേക്ക് മാരത്തോണിലേക്ക് വന്നു കഴിഞ്ഞാൽ വെയിറ്റ് കുറക്കാൻ വളരെ സിമ്പിളാണ്. പക്ഷേ രാവിലെ എണീക്കാൻ, ഫുഡിന്റെ ഫോട്ടോ ഇടാൻ, വെയിറ്റ് കോച്ചിന് അയച്ചു കൊടുക്കാൻ, അതാണ് പ്രയാസം. ഹാലയിൽ പങ്കെടുക്കാൻ അല്ലേ? ആക്റ്റീവായ ആൾക്കാരെ നിങ്ങൾ നോക്കിക്കോളൂ, അവരുടെ പെർഫോമൻസിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് സ്ലൈഡ്. ഇപ്പോൾ മാരത്തോൺ ഗ്രൂപ്പുകൾ ഉണ്ടാവും. നെക്സ്റ്റ് സ്ലൈഡ്. മാരത്തോൺ ഗ്രൂപ്പുകൾ ഉണ്ടാവും. അതിൽ നിങ്ങൾ നോക്കിക്കോളി, ആക്റ്റീവായ ആൾക്കാരെയും ഇനാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെയും. ആക്റ്റീവായ ആൾക്കാർ ഫുഡിന്റെ ഫോട്ടോ ഇടുന്നുണ്ടാവും, വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും, കോച്ചിനായിട്ട് നിരന്തരം സംസാരിക്കുന്നുണ്ടാവും. ഞങ്ങളൊക്കെ മാരത്തോൺ ഗ്രൂപ്പ് ഡെയിലി ബേസിൽ ചലഞ്ചേഴ്സ് പരസ്പരം ക്യാപ്റ്റനായിട്ട് സംസാരിക്കും, വീഡിയോ കോൾ ചെയ്തിട്ട്. എന്തിനാച്ചാൽ ഒരു ദിവസത്തെ ഡെയിലി അപ്ഡേഷൻ കളക്ട് ചെയ്യാനും അവരുമായിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ നല്ലൊരു ടെസ്റ്റിമോണി ആയിട്ട് എനിക്കത് തോന്നി. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ട്രൈ ചെയ്യുക എന്നതാണ് ഭയങ്കര പ്രയാസമുള്ളത്. ചെയ്യാൻ ഒരു പണിയുമില്ല. നെക്സ്റ്റ് സ്ലൈഡ്. 3ാമത്തെ മൈൽ സ്റ്റോൺ. അപ്പൊ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നെക്സ്റ്റ് സ്ലൈഡ്. ഇതിൽ മാരത്തോണിൽ വന്നിട്ടുള്ള ആൾക്കാർ പല കാറ്റഗറിയിലുള്ള ആൾക്കാരായിരിക്കും. വെയിറ്റ് ലോസ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവും, വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവും, അൺഹെൽത്തി സിറ്റുവേഷൻ ഹെൽത്തി ആവാനുള്ള ആൾക്കാർ എല്ലാവരും ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് എന്താണ് ഗോൾ എന്നുള്ള കാര്യം നിങ്ങൾ സ്പെസിഫൈ ചെയ്യണം. സ്മാർട്ട് ഗോൾ ആയിരിക്കണം. സ്മാർട്ട് ഗോൾ എന്ന ആ വേർഡ് തന്നെ എടുത്താൽ മതി. ഞാൻ വിശദീകരിക്കാൻ കൂടുതൽ ടൈം ഇല്ലാത്തത് കൊണ്ടാണ്. നെക്സ്റ്റ് സ്ലൈഡ്. സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, റെലവൻ്റ് ആയിരിക്കണം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ഈ രീതിയിൽ ഗോളിനെ നമ്മൾ കാറ്റഗറി ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ആ റിസൾട്ടുകൾ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഈ ഏകദേശം ഒരു 13 വർഷത്തോളം അവസരങ്ങൾ, ഭക്ഷണം കഴിക്കാൻ ഫ്രീ ആയിട്ട് അവസരങ്ങൾ കിട്ടുകയും 9 വർഷത്തോളം കഴിക്കാനുള്ള സാഹചര്യം ഒരുങ്ങി കിട്ടുകയും ചെയ്തിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ ഫുഡിലേക്ക് വന്നപ്പോൾ എനിക്കുണ്ടായ മാറ്റം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തില്ലേ? അപ്പോൾ സോ മൈ ഡിയർ ഫ്രണ്ട്, നിങ്ങൾ ഏത് സാഹചര്യത്തിലുള്ള ആളാവട്ടെ, നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം
ഇപ്പൊ എന്താണോ നിങ്ങൾ പ്രിയമായിട്ട് വെച്ചിട്ടുള്ളത്, അൺഹെൽത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്ന കാര്യങ്ങളുള്ളത് എന്നുള്ളത് നിങ്ങൾ ഒന്ന് എഴുതി വെച്ച് നോക്കുക, മനസ്സിലാക്കി നോക്കുക. എന്നിട്ട് ഏതാണ് നിങ്ങളെ ഹെൽത്തി ഫുഡിലേക്ക് സഹായിക്കുന്നത് അത് നിങ്ങൾ പ്രയോറിറ്റി ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. അത് യാഥാർത്ഥ്യമാണ്. അൺഹെൽത്തി ഫുഡിൽ, പ്രോസസ് ഫുഡിൽ നിന്ന് ഹെൽത്തി ഫുഡിലെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവിടെ റിസൾട്ട് കിട്ടും. ഒരു തലക്കുള്ള തളർച്ച ഉണ്ടാവില്ല. അപ്പോൾ ഉള്ളിൽ നിന്ന് ഇൻട്രൻസിക് മോട്ടിവേഷൻ വരും. പിന്നെ കോച്ചിന്റെ ആവശ്യമില്ല, പിന്നെ ക്യാപ്റ്റന്റെ ആവശ്യമില്ല. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി വിന്നറായി മാറും. നിങ്ങൾ നിങ്ങളോടാണ് യുദ്ധം ചെയ്യുന്നത്, നിങ്ങൾ നിങ്ങളോടാണ് വാർ ചെയ്യുന്നത്. അതേപോലെ റിസൾട്ട് എടുത്ത് കുറച്ച് ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതേപോലെ വെയിറ്റ് ലോസ് മാരത്തോണിൽ നിങ്ങൾ പങ്കെടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ കൂടുതൽ വെയിറ്റ് ലോസ് ചെയ്ത ആൾക്കാരുടെ ഒരു ഫോട്ടോ ആണ്. നെക്സ്റ്റ് സ്ലൈഡ് നോക്കൂ. അവർക്ക് വന്നിട്ട് ട്രാൻസ്ഫോർമേഷനുകൾ നോക്കൂ. നിങ്ങൾ എവിടെയായിരുന്നു അവരുടെ മുന്നത്തെ അവസ്ഥ, ഇപ്പൊ എങ്ങനെയാണ്? അപ്പൊ ഇവർക്കൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ 1 മന്തിലാവട്ടെ 10 ഡേയ്സിലാവട്ടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റൂല? എന്തായാലും പറ്റും. അപ്പോ ഇവര് ചെയ്ത വലിയ മായാജാലൊന്നുമില്ല, മാജിക് ഒന്നുമില്ല. ഒരേ ഒരു കാര്യം നമ്മൾ ഈ സിസ്റ്റം എന്താണോ പറയുന്നത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തു. നെക്സ്റ്റ് സ്ലൈഡ്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. നെക്സ്റ്റ് സ്ലൈഡ്. റെഡിയാണോ? അത് ഫോളോ ചെയ്യാൻ റെഡിയാണോ നിങ്ങൾ? നെക്സ്റ്റ് സ്ലൈഡ്. നമ്പർ 1, ന്യൂട്രീഷൻ എഡ്യൂക്കേഷൻ. ഇവിടെ രാവിലെ 8 മണിക്ക് എഡ്യൂക്കേഷൻ നടക്കുന്നില്ലേ? ഈ എഡ്യൂക്കേഷൻ ആണ് പേഴ്സണലി ഞാൻ പറയും എന്നെ പോലുള്ള ആൾക്കാരെ ഇത്രയും ട്രാൻസ്ഫോം ആക്കിയത്. രാവിലെ 5 മണിക്ക് എക്സസൈസിന്റെ സെഷൻ നടക്കുന്നുണ്ട്, ഹാല എന്ന് പറയുന്നത്. ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടി കൂടുതൽ സഹായിക്കുന്ന വാല്യുബിൾ ആയിട്ടുള്ള, അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോച്ചുമാർ നയിക്കുന്ന പ്രോഗ്രാമാണ് ഹാല എന്ന് പറയുന്നത്. 3ാമത് അക്കൗണ്ടബിലിറ്റി. നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ഫോട്ടോ ഇടുന്ന എന്തിനാ? ചിലപ്പോൾ ചോദ്യം ഉണ്ടാവും. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ, ഫുഡിന്റെ, വെയിറ്റിന്റെ, കോച്ചിനായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഒക്കെ എന്തിനാണ് അതിന്റെ ആവശ്യം എന്നുള്ള ഒരു തോന്നൽ പുതിയതായിട്ട് വന്ന ചലഞ്ചേഴ്സിന് ഉണ്ടാവും. പക്ഷേ നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ ഇതിലപ്പുറം വേറെ എന്ത് ടൂളാണുള്ളത്? വേറെ എന്ത് മാർഗമാണുള്ളത്? നിങ്ങൾ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞു അല്ലേ? പക്ഷെ ആ ഭക്ഷണം മുന്നിൽ കാണണ്ടേ, അറിയണ്ടേ? എന്നാലല്ലേ നമുക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എത്രയാണ് കഴിച്ചത്, ഇന്നതാണ് കഴിച്ചത്, ഇന്നതാണ് കഴിക്കേണ്ടത്, കഴിക്കേണ്ടാത്തത് എന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് നിങ്ങളുടെ ഗ്രൂപ്പിൽ നടക്കുന്നത്. BTC എന്ന് പറയുന്ന ബോഡി ട്രാൻസ്ഫോർമേഷൻ ചലഞ്ച് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നടക്കുന്നത്. ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ക്ലബിലെ ഒരു അംഗമാണെങ്കിൽ ലോയൽറ്റി പ്രോഗ്രാമിന്റെ വിന്നർ ആകാനും നിങ്ങൾക്ക് കഴിയും. ലോയൽറ്റി പ്രോഗ്രാമിനെ കുറിച്ച് അറിയോ? നിങ്ങളെ കോച്ച് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അത് ക്ലബിൽ നിങ്ങൾക്ക് കിട്ടുന്ന അവാർഡ് ആൻഡ് റിവാർഡ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. 4ാമത്തെ റൂളിലേക്ക് പോവാം. നെക്സ്റ്റ് സ്ലൈഡ്. ഇതാണ് മെയിൻ റൂള്. ഈറ്റ് ഹെൽത്തി. നല്ല ഭക്ഷണം കഴിക്കുക എന്ന് എല്ലാവരും പറയുന്നു. പക്ഷെ എന്താണ് ഈ നല്ല ഭക്ഷണം? അതിന് ഗ്ലോബൽ ന്യൂട്രീഷൻ ഫിലോസഫി പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ്, മിനറൽസ്, വൈറ്റമിൻസ്, വാട്ടർ, ഇതൊക്കെ എത്രയാണ് ആവശ്യമുള്ളത്, എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ള എഡ്യൂക്കേഷൻ രാവിലെ നടക്കുന്ന എഡ്യൂക്കേഷൻ സെഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളെ കോച്ചുമായിട്ട് നിരന്തരം നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാവും. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരു ഫോർമുല 1 ഷെയ്ക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫാസ്റ്റസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടാൻ അഡീഷണൽ ആയിട്ടുള്ള ധാരാളം സപ്ലിമെന്റ്സ് ഉണ്ട് നമ്മളെ കമ്പനിയിൽ. ഈ കമ്പനിയിലെ അഡീഷണൽ ആയ സപ്ലിമെന്റ് നിങ്ങൾ കഴിക്കുന്ന സമയത്ത് നിങ്ങളെ വെയിറ്റ് ലോസ് ജേണിയിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ആവും. അങ്ങനെ നിങ്ങൾ കലോറി ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങളെ നിങ്ങളൊന്ന് എഴുതി വെച്ചിട്ട് ഡെയിലി ബേസിൽ കലോറി ഒന്ന് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര കലോറി നിങ്ങൾ കഴിച്ചു, ഇതാണ് ഞാൻ നാളെ കഴിക്കേണ്ടത്, ഇതാണ് ഞാൻ നാളെ കഴിക്കേണ്ടാത്തത് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരും. ഇതൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ചെയ്ത് റിസൾട്ട് എടുത്ത കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. 5ാമത്തത്, ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെ ഭാഗത്തുനിന്ന് ആക്ഷൻ വരണം. എ പ്ലാൻ വിത്തൗട്ട് ആൻ ആക്ഷൻ ഈസ് ജസ്റ്റ് എ ഡ്രീം. സ്വപ്നം മാത്രമാണ്. വെയിറ്റ് ലോസിൽ ആരൊക്കെ പിടിച്ചിട്ട് നിങ്ങളെ, പക്ഷേ
നിങ്ങൾ റിസൾട്ട് എടുക്കാൻ റെഡി അല്ല, ഇങ്ങനെ കണ്ട് പോയാൽ മതി എന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ 86,400 രൂപ നിങ്ങളെ കയ്യിൽ തന്ന ഒരു ദിവസമേ ടൈമുള്ളൂ, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചെലവാക്കണമെന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ വായ പൊളിച്ച് നമ്മൾ നിൽക്കും. ഇതേപോലെ ഒരൊറ്റ ദിവസമേ ഉള്ളൂ, 10 ദിവസമേ ഉള്ളൂ, ഒരു മാസമേ ഉള്ളൂ നമ്മളെ കയ്യിൽ എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം അർജന്റായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ആ ഒരു നിമിഷത്തിലേക്ക് നമ്മളെ മൈൻഡിനെ, നമ്മളെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ ഒരു കഥ കൂടി ഞാൻ നിങ്ങളോട് മുന്നിൽ സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഒരു ദിവസം ഒരു കുട്ടി അവരുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം, അവരുടെ സഹോദരന് വലിയൊരു മാരകമായ അസുഖം വന്നു. അസുഖം വന്നിട്ട് ചികിത്സിച്ച് കയ്യിലുള്ള കാശൊക്കെ കഴിഞ്ഞു. അച്ഛനും അമ്മയും മുഖത്തോട് മുഖം നോക്കി സങ്കടപ്പെട്ടിരിക്കുകയാണ്. അവർ പറയാണ്, ഇനി കയ്യിൽ കാശില്ല, മോനെ ചികിത്സിക്കണം, ധാരാളം പൈസ ആവുന്നുണ്ട്, ഇനി എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടിക്ക് ഇങ്ങനെ തോന്നി, ഇതെങ്ങനെയാണ് അത്ഭുതം കണ്ടുപിടിക്കുക, അത്ഭുതം കിട്ടുക. അങ്ങനെ കുട്ടിൻ്റെ കുടുക്ക കണ്ടില്ലേ, പൈസ ഇട്ട് വെക്കണ കുടുക്ക, അത് മേറ്റിയിട്ട് ആ കുട്ടി തൊട്ടടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലേക്ക് പോയി. അങ്ങനെ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ആൾക്കാരൊക്കെ തിങ്ങി നിറങ്ങി നിൽക്കുകയാണ്. ആ കുട്ടിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് മുന്നിലേക്ക് എത്താൻ പറ്റുന്നില്ല. അങ്ങനെ നേരെ കുട്ടി പോയിട്ട് ആ കൗണ്ടറിൽ ആ കുടുക്കണ്ട് വെച്ചു. അത്ര നേരം ശബ്ദം കോലാഹല മൊത്തമായിട്ട് ശബ്ദം കേന്ദ്രീകരിച്ചിരുന്ന ആൾക്കാരിലേക്ക് മുഴുവൻ ഈ കുട്ടിയിലേക്ക് കേന്ദ്രീകരിക്കാൻ വേണ്ടി തുടങ്ങി. സൈലന്റ് ആയി. അതിൽ ഒരാൾ ചോദിച്ചു, എന്താ മോളെ മോൾക്ക് വേണ്ടത്? എനിക്ക് ഭാഗ്യം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഭാഗ്യോ, അത് എങ്ങനെയാണ് കിട്ടുക? അപ്പോൾ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. എൻ്റെ വീട്ടിൽ ഇതാണ് അവസ്ഥ, എൻ്റെ സഹോദരൻ അസുഖമായി കിടക്കുകയാണ്, അദ്ദേഹത്തിനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് കുറേ പൈസ വേണം, പക്ഷേ ഞങ്ങളിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭാഗ്യം കിട്ടുമോ എന്നുള്ള ചിന്തയിലാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് മോളയിൽ പൈസ ഉണ്ടോ അതിനുള്ള? എൻ്റെ ഉണ്ട്, എൻ്റെ ഈ കുടുക്ക നിറച്ച് പൈസയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിലാണ് അപ്പോൾ എന്നാ കാണിച്ചു തന്നേന്ന് പറഞ്ഞു. അപ്പോൾ നേരെ ആ കുടുക്ക നേരെ താഴത്തേക്ക് ഇട്ടു. താഴത്തേക്ക് ഇട്ടപ്പോൾ എണ്ണി നോക്കിയപ്പോൾ 19 രൂപയാണ്. അത് കണ്ടു നിന്ന ഒരാൾ പറഞ്ഞു, അതെ, ഇതിൽ തന്നെ ഉണ്ട് മോളെ ഭാഗ്യം. സത്യത്തിൽ ആ ചോദിച്ച ആള് ഒരു ന്യൂറോ സർജൻ ആയിരുന്നു. ഈ കുട്ടിയുടെ കാര്യങ്ങൾ മുഴുവൻ കേട്ടിട്ട് ഇവര് ആ 19 രൂപക്ക് ചികിത്സ നടത്താൻ റെഡി ആവുകയും ആ കുട്ടിയെ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും കഴിഞ്ഞു. അങ്ങനെ കുട്ടിയെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊടുന്നു. സന്തോഷമായിട്ട് അച്ഛനും അമ്മ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ സംസാരിച്ചു. എന്നാലും പറയും, നിങ്ങളിൽ പൈസ ഇല്ല എന്നാണല്ലോ പറഞ്ഞത്, പിന്നെ എങ്ങനെയാണ് ആ ഭാഗ്യം വന്നത്? ഭാഗ്യം എനിക്കല്ല ഉണ്ടായിട്ടുള്ളത്, നമ്മളെ മുകളിലാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ മാരത്തോണിൽ വരുന്ന സമയത്ത് തുടക്കത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വല്ലാതെ പ്രതീക്ഷ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ കോച്ച് പറഞ്ഞു, നല്ലൊരു മാരത്തോൺ ഉണ്ട്, 1 മന്ത് ഉണ്ട്, ഇനി അതല്ല 10 ഡേയ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വന്നതായിരിക്കും. പക്ഷേ ഈ പറയപ്പെട്ട രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ ഐ ക്യാൻ ഗ്യാരണ്ടി യു ക്യാൻ ട്രാൻസ്ഫോം ലൈക്ക് ഹെൽ. നിങ്ങൾ തന്നെ പറയും, നത്തിങ് ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ എ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി. ഇത് എനിക്ക് ഈ അവസരം കിട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായിരിക്കുമെന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും പറയും. അപ്പോൾ ഇതായിരിക്കട്ടെ നമ്മളെ മാരത്തോൺക്ക് ഓൾറെഡി ചലഞ്ചേഴ്സ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഇനി മാരത്തോണിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സന്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇനി ഇതുപോലെ നല്ല റിസൾട്ട് എടുത്ത് കുറച്ച് ആൾക്കാരുടെ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാം. ആരാണ് പറയാ? ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് റുക്കിയ. ടീം ഫിറ്റ് ലൈഫിൽ കണക്ട് ആയിരിക്കുന്നു. ഞാൻ ഈ പ്രോഗ്രാമിൽ വരുന്നതിന്റെ മുന്നേ നിറയെ ഹെൽത്ത് ഇഷ്യൂസുമായിട്ടാണ് വന്നത്. അലർജി, പ്രഷർ, മൈഗ്രെയിൻ, തലവേദന, കൂടാതെ 20 കിലോ എക്സസ് വെയിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ക്ലബുമായി കണക്ട് ആയി 3 ദിവസം ഫ്രഷും ഷേപ്പും കൊടുത്തതായി ഞാൻ 1800 വെയിറ്റ് കുറഞ്ഞു.
അപ്പൊ ക്ലബിൽ വന്ന എല്ലാവരും കയ്യടിയും കണ്ടിട്ട് ഞാൻ നല്ല ഇൻസ്പയർ ആയി. ഇത് സ്റ്റേ ചെയ്തു. 3 മാസം കൊണ്ട് 13 കിലോ വെയിറ്റ് കുറച്ചു. എല്ലാ ഹെൽത്ത് ഇഷ്യൂസും നോർമലായി. അലർജി ആയിട്ട് ഒരു ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. 15 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാ ഭക്ഷണങ്ങളും കഴിച്ച് നോക്കി. അലർജി പ്രശ്നം ഒക്കെ നോർമലായി. എല്ലാം ഹെൽത്തി ആയി, ഹാപ്പി ആയി. ഇതെല്ലാം ഞാൻ എന്റെ സംസാരിച്ചോളൂ. കോച്ചിന് റംദാസിനും താങ്ക്സ് പറയുന്നു. താങ്ക് യു വെരി മച്ച്, താങ്ക് യു വെരി മച്ച്. നല്ല അടിപൊളി റിസൾട്ട് ആണ് കേട്ടോ. കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, നെക്സ്റ്റ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ഈ പ്രോഗ്രാമിനെ വരുന്നതിന് മുന്നേ എനിക്ക് പല ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഫിക്സിന്റെ അസുഖം ഉണ്ടായിരുന്നു, കാലിൽ വെരിക്കോസ് ഉണ്ടായിരുന്നു. അപ്പൊ വന്നിട്ട് 20 ദിവസം ആകുമ്പോഴത്തേനും എല്ലാം കംപ്ലീറ്റ് മാറിയ പോലെ ഉണ്ട്. മാറി എന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ കുഴപ്പമൊന്നുമില്ല. 5 കിലോ വെയിറ്റ് കുറഞ്ഞു. മാരത്തോണിൽ പങ്കെടുക്കുന്നുണ്ടോ? പങ്കെടുക്കുന്നുണ്ട്. എങ്ങനെയാണ്, എന്താണ് എക്സ്പീരിയൻസ് മാരത്തോണിലെ? എന്താണ് അനുഭവം? മുന്നേ വെയിറ്റ് ലോസ് ജേണിയിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് മാരത്തോണിൽ ജോയിൻ ചെയ്തിട്ട് നമ്മളെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്തുള്ള എന്തെങ്കിലും വ്യത്യാസം പറയാനുണ്ടോ? ുള്ള അടുപ്പം, നിങ്ങളെ ഫുഡ് ഹാബിറ്റിലുള്ള കറക്ഷൻ? ഫുഡൊക്കെ അമിതമായ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കുറഞ്ഞു. ഉച്ചയ്ക്ക് മാത്രം കുറച്ച് ചോറ് കഴിക്കും. അപ്പൊ അധികം ഭക്ഷണം കഴിക്കാറുണ്ട്. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. ഇത് ഞങ്ങളൊരു ജേണി മാത്രമാണ്. യാത്ര തുടങ്ങിയിട്ടുള്ളൂ. കറക്റ്റ് ആയിട്ട് നിങ്ങൾ എൻഡ് റിസൾട്ട് എടുക്കുന്നത് വരെ ഈ BTC നിങ്ങൾക്ക് ഈ മാരത്തോൺ നിങ്ങൾക്ക് സഹായകമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഗുഡ് റിസൾട്ട്. നെക്സ്റ്റ്. ഹലോ 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 ഹലോ, എന്റെ പേര് ഷൈജു. കണ്ട ന്യൂട്രീഷൻ ക്ലബിൽ നിന്ന് വരുന്നു. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാൻ ഇത് പ്രോഗ്രാമിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് വെരിക്കോസ് ഉണ്ടായിരുന്നു. അതുപോലെ ഫാറ്റ് ലിവർ 3rd grade ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ന്യൂട്രീഷൻ ഭയങ്കര ഉറക്കില്ലായ്മ ഉണ്ടായിരുന്നു എനിക്ക്. ഞാനിവിടെ വന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു ഉറക്കം നല്ല കിട്ടി. കൂടാതെ ഒരാഴ്ച കൊണ്ട് തന്നെ വെരിക്കോസിന് വളരെ ഒരു മാറ്റം വന്നു. അതുകൊണ്ട് പിന്നെ 1 മാസം കൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ഫാറ്റ് ലിവർ 247 147 എത്തിക്കാൻ പറ്റി. എനിക്ക് 2 മാസം കൊണ്ട് തന്നെ ഫാറ്റ് ലിവർ നോർമലിലേക്ക് വന്നു. വെരിക്കോസ് വളരെയധികം മാറ്റം വന്നു. പിന്നെ ഒരു ഹോസ്പിറ്റൽ വിസിറ്റിംഗ് ഉണ്ടായിട്ടില്ല. നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയത്. ഞാനിപ്പോൾ ഒരു കൊല്ലമായിട്ട് ഇപ്പോൾ ഐഡിയ വെയിറ്റിലാണ്. ഇപ്പോഴും ന്യൂട്രീഷൻ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഫുഡ് അത്രയും ഇഷ്ടപ്പെട്ട് സന്തോഷം കൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഞാൻ തുടർന്ന് കഴിക്കുന്നു. വളരെ ഹാപ്പിയാണ്. ഫാമിലി വളരെ ഹാപ്പിയാണ്. സൂപ്പർ, കൺഗ്രാറ്റുലേഷൻ. എന്റെ കോച്ച് സഞ്ജയ് കിഷോർ, കോച്ചിനെ നന്ദി പറയുന്നത്. ആരോ വൈറ്റ്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഒരു റിസൾട്ട് കൂടി കേൾക്കാം. 2 മിനിറ്റ് കൂടി ഉണ്ട്. ഹലോ ഹലോ ഗീത മാഡം സംസാരിച്ചോളൂ. ഇത് മഞ്ചേരിന്നാണ് വിളിക്കണേ. പറഞ്ഞോളൂ മാഡം. ഞാൻ ഒരാഴ്ചയായിട്ടുള്ളൂ ഇതിൽ കയറിയിട്ട്. അപ്പൊ തന്നെ ഒരു നല്ല ഉണർവൊക്കെയാണ് കിട്ടുന്നത്. ഈ ഫ്രഷ് കഴിച്ചിട്ടും ഫ്രഷ് ജ്യൂസ് എല്ലാം ആയിട്ട് നല്ല ഉണർവ് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ എനിക്ക് സ്റ്റെപ്പ് ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ നല്ല മാറ്റമായി തുടങ്ങി. മുഴുവൻ അങ്ങോട്ട് ആയി എന്നല്ല, ഇന്നലെ ഒരു 5% തന്നെ മാറ്റായി. പിന്നെ ഈ ഒരു 10 ദിവസം കൊണ്ട് തന്നെ 4 കിലോ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. മാരത്തോൺ ചലഞ്ചർ ആണോ മാഡം? അതെ. എന്താണ് എക്സ്പീരിയൻസ് മാരത്തോണിനെ കുറിച്ചിട്ട്? എന്താ പറയാ, വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് 2 ദിവസം കൊണ്ട്. ഹാപ്പിയാണോ മാഡം? ഹാപ്പിയാണ്. ഓക്കെ, ഒരാൾ കൂടി പറയാം. Good morning, sir.
ഗുഡ് മോർണിംഗ്. എന്റെ പേര് ഹസീന. ഞാൻ ടീം ഫിറ്റ് ലൈഫിൽ നിന്നാണ് കണക്ട് ആയിട്ടുള്ളത്. ഞാൻ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ 3 വർഷം മുന്നെയാണ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. 20 കിലോ എക്സസ് വെയിറ്റ് ഉണ്ടായിരുന്നു. പ്രോഗ്രാം ആദ്യമായിട്ടായിരുന്നു ഒരു വെൽനസ് സെന്ററിൽ പോണതും ഇതേപോലെ വെയിറ്റ് ഫാറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണതും. അവിടുന്ന് ഒരു കൗൺസിലിംഗ് ഒക്കെ കിട്ടി. ഭയങ്കര ഇഷ്ടമായി. അതുവരെ കിട്ടാത്ത ഇൻഫർമേഷൻ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പ്രോഗ്രാം ചെയ്ത് ഫസ്റ്റ് ഡേ കിട്ടിയ റിസൾട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 8 വർഷത്തോളമായിട്ട് എനിക്ക് രാത്രിയിൽ ഉറക്കമുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഡേ നമ്മൾ എയർ പ്രഷർ ഷേക്ക് ഒക്കെ എടുത്ത് അന്നത്തെ ദിവസം നല്ല സുഖമായിട്ട് എനിക്ക് ഉറങ്ങാൻ സാധിച്ച്. 3-ാമത്തെ ദിവസം കഴിഞ്ഞ് 4-ാമത്തെ ദിവസം വെയിറ്റ് ചെക്ക് ചെയ്ത സമയത്ത് 3.5 കിലോ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമായി. കാരണം യൂട്യൂബിലും അവിടെ ഇവിടെ ഒക്കെ നോക്കിയിട്ട് ഒരുപാട് മെത്തേഡുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വെയിറ്റ് ലോസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 4-ാമത്തെ ദിവസം വെയിറ്റ് നോക്കിയപ്പോൾ 3.5 കിലോ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. നല്ല ഇഷ്ടമായിട്ട് കണ്ടിന്യൂ ചെയ്ത് 10-ാമത്തെ ദിവസം വെയിറ്റ് ചെയ്തപ്പോൾ 7 കിലോ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഒരു 3 മാസം കൊണ്ട് 20 കിലോ വെയിറ്റ് ലോസ് ചെയ്യാൻ സാധിച്ചു. ആ ഒരു ഭാഗമായിട്ട് തന്നെ എനിക്കുണ്ടായിരുന്ന ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ്, 23 വർഷമായിട്ട് മൈഗ്രെയിന്റെ തലവേദനക്ക് മെഡിസിൻ കഴിക്കുന്നുണ്ടായിരുന്നു. 5 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, PCOD ഇതിനൊക്കെ മെഡിസിൻ കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ചെയ്ത് ഒരു ഫുഡ് ന്യൂട്രീഷൻ ആഡ് ചെയ്ത് എന്റെ ജീവിത രീതിയും ഒക്കെ ഒന്ന് മാറ്റിയതിന്റെ ഭാഗമായിട്ട് എനിക്ക് ആ മെഡിസിൻസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചു. ഞാനും എന്റെ ഫാമിലി നല്ല ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ പറയണത് എന്റെ പ്രിയപ്പെട്ട കോച്ച് ധർമ്മരാജൻ സാറ്, സുകേഷിനി മേഡം, എന്റെ സീനിയർ കോച്ചുമാര് സെലീന നസീർ, എന്റെ അർലൈൻ കോച്ചുമാര് സഫർ ഷെക്കി മേഡം, പ്രത്യേകിച്ച് നമ്മുടെ രാജ് സാറിന്, എല്ലാവർക്കും എന്റെ ഫ്രം ദ ഹാർട്ടിൽ ഞാൻ താങ്ക്സ് പറഞ്ഞു. താങ്ക് യു വെരി മച്ച്. ഇന്ന് റിസൾട്ട് സ്ക്രീന് ഷെയർ ചെയ്തത് കൈസ് ആണ്. താങ്ക് യു വെരി മച്ച് കൈസ്. ലാസ്റ്റത്തെ സ്ലൈഡ് ഒന്ന് ഇടോ. ഇപ്പൊ നിങ്ങൾ കുറച്ച് റിസൾട്ടുകൾ കേട്ട് ഞാൻ ക്ലോസിംഗിലേക്ക് പോയി. ലാസ്റ്റ് കുറച്ച് ഒരു 5 മിനിറ്റ് എന്താ വെച്ചാല് നോക്കൂ, നിങ്ങൾ ഇത് സ്വന്തമായിട്ട് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാം, ഫാറ്റ് ലോസ് ചെയ്യാം, നമുക്ക് ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് നടത്താം. പക്ഷെ അവിടെ ഇഞ്ചുറികൾ സംഭവിക്കും. നമ്മൾ യൂട്യൂബ് നോക്കി ഗൂഗിൾ നോക്കി നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് അവരുടെ റിസൾട്ടാണ്. ഈ അടുത്ത് നിങ്ങൾ പല വാർത്തകളും കേട്ടു, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. പക്ഷേ ഒരു കോച്ചിന്റെ സഹായത്തോടു കൂടി ഇവിടെയാണ് ശരിക്കും മാരത്തോണിന്റെയും കോച്ചിന്റെയും പവർ നിങ്ങൾ അറിയുന്നത്. നമ്മൾ എപ്പോഴും പല റിലേഷൻഷിപ്പിന്റെയും ആധാരം പറയുന്നത് കണ്ടോ, ഈസി വേ ഉണ്ട്, ഹാർഡ് വേ ഉണ്ട്. നിങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത് ഏത് വേ ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഈസി വേ ആണെന്ന് നിങ്ങൾ നോക്കിക്കോളൂ. നമ്മൾ ആരും വിചാരിക്കാത്ത രീതിയിലുള്ള റിസൾട്ടുകൾ മാരത്തോണിൽ നിന്ന് വരും. ഇവിടെ വെയിറ്റ് റിവീൽ ചെയ്യാനുള്ള ഇപ്പോൾ സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ്. നല്ല രീതിയിൽ ട്രാൻസ്ഫോർമേഷൻ പല ആൾക്കാർക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് സ്വന്തമായിട്ട് പല മെത്തേഡുകളും ഫോളോ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഈ ന്യൂട്രീഷൻ പ്രോഗ്രാം തന്നെ സ്വന്തമായിട്ട് ചെയ്ത സമയത്ത് കിട്ടാത്ത റിസൾട്ടുകൾ ഈ മാരത്തോണിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദാറ്റ്സ് ബിക്കോസ് ഓഫ് കോച്ച് പവർ, ദാറ്റ്സ് ബിക്കോസ് ഓഫ് ക്യാപ്റ്റൻ പവർ. നമ്മൾ പല റിലേഷനുകൾ ഉണ്ടാവുന്നതിന്റെ പ്രധാന കാരണം അല്ലേ, ഒരു കൺവേ നടക്കുന്ന സമയത്താണ്, ഒരു ആദാന പ്രദാനം നടക്കുന്ന സമയത്താണ്. ഒരു പാലിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം. ഇതേപോലെ തന്നെ എല്ലാ റിലേഷൻഷിപ്പും ഒരു ട്രാൻസാക്ഷൻ ആണ്. അപ്പോ ഈ കോച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരും, ക്യാപ്റ്റൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് ഫോളോ ചെയ്യാൻ ചലഞ്ചർ ആയിട്ടുള്ള നിങ്ങൾ റെഡി ആണെങ്കിൽ റിസൾട്ട് കിട്ടും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാരത്തോണിൽ ജോയിൻ ചെയ്ത് വെച്ചിട്ട് റിസൾട്ട് കിട്ടൂല, സോറി ടു സേ. അപ്പൊ ഈ ട്രാൻസാക്ഷൻ കറക്റ്റ് ആവണം. ഹസ്ബൻഡ് വൈഫ് എങ്ങനെയാണ് ഒരുമിച്ചിരിക്കുന്നത്, നമുക്ക് കീഴടക്കാൻ എളുപ്പമാണ്, ഒരാളെ കീഴടക്കാൻ എളുപ്പമാണ്. ഇപ്പൊ ഞാൻ പുരുഷനായതുകൊണ്ട് എൻ്റെ ഭാര്യയെ എനിക്ക് വേണമെങ്കിൽ അടിച്ചമർത്താം. പക്ഷേ അവരുടെ സ്നേഹം പിടിച്ചു പറ്റുക എന്നുള്ളത് ശ്രമകരമായ പണിയാണ്. എന്നതുപോലെ നിങ്ങൾ കോച്ചിന്റെ പ്രിയപ്പെട്ട ആളാവാൻ, നിങ്ങളെ ക്യാപ്റ്റൻ പറയുന്നത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ റെഡി ആകുമ്പോഴാണ് നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ മാരത്തോണിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇത്രയും വെയിറ്റ് ലോസ് ജേർണിയിലെ എക്സ്പീരിയൻസും ഇപ്പോ ഏകദേശം ഒരു 10ഓളം മാരത്തോണുകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾ നിലക്ക് നെക്സ്റ്റ് സ്ലൈഡ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്നറിയോ? തുറന്ന ആരോഗ്യബോധം. നിങ്ങൾക്ക് എങ്ങനെയാണ് ഡയറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് ലോകത്ത് ജീവിച്ചാലും ഫിറ്റ്നസ് ഗോൾ എങ്ങനെ നേടിയെടുക്കേണ്ടത് എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ബോധം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ശരീരഭാരം കുറയുന്നതിലൂടെ നിങ്ങൾക്ക് എനർജി ലെവൽ കൂടും. പ്രൊഡക്റ്റുകൾ, ഹെർബാലൈഫ് ന്യൂട്രീഷൻ ധാരാളം പ്രൊഡക്റ്റുകളുണ്ട്, 53ഓളം പ്രൊഡക്റ്റുകളുണ്ട്. ഈ പ്രൊഡക്റ്റുകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് കൂടുതൽ നമുക്ക് പ്രയോറിറ്റി കൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ള കൃത്യമായ ബോധ്യം ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ ഡിസിപ്ലിൻ വരും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഒരാളുടെ മുന്നിൽ ഡിസിപ്ലിൻ ഉണ്ടായിരുന്നില്ല, സറണ്ടർ ആവൂല. പക്ഷെ ഇപ്പോ എന്തെന്നെ പറഞ്ഞാലും ഡിസിപ്ലിനോട് കൂടെ കേട്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ലേണിംഗ് ആറ്റിറ്റ്യൂഡാണ്.
നിങ്ങൾക്കും വരും അത്. ചെയ്തു നോക്കൂ, നിങ്ങൾക്കും ഇൻട്രൻസിക് മോട്ടിവേഷൻ വരും. ഉള്ളിൽ നിന്ന് ഇത് എൻ്റെ ആവശ്യമാണ്, എൻ്റെ ജീവിതമാണ്, എൻ്റെ കുടുംബത്തെ നടുക്കടലിലാക്കിയ ഞാൻ വന്നിട്ടുള്ള, അവരെ എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫിറ്റ്നസ് ഗോളിലേക്ക് മുന്നോട്ട് വരണം, ശേഷം എൻ്റെ ഫാമിലിയെ രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങൾക്ക് വരും. അതിന് നിങ്ങൾ ഈ ഗ്രൂപ്പ് സപ്പോർട്ട്, മാരത്തോൺ എന്ന് പറയുന്ന ഗ്രൂപ്പ് നിങ്ങളെ സഹായിക്കും. ഡെയിലി ബേസിൽ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂട്രീഷൻ ഫുഡ് ആവട്ടെ, കഴിച്ചുകൊണ്ടിരിക്കുന്ന നോർമൽ ഫുഡ് ആവട്ടെ, ഇതൊക്കെ കറക്റ്റ് ട്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സഹായകമാവും. 10 days മാരത്തോൺ വിന്നറായ ആൾക്ക് നമ്മളെ പ്രിയപ്പെട്ട രാജ് സാർ എത്ര റിവാർഡാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ 1 month മാരത്തോണിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് അൺബിലീവബിൾ, ഞങ്ങളൊക്കെ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു അവസരം ഇല്ല, പക്ഷേ നിങ്ങൾക്ക് ആ അവസരം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ റിസൾട്ട് കണ്ടിട്ട് മറ്റുള്ളവർ ചോദിക്കാൻ നിങ്ങൾക്ക് തുടങ്ങും. നിങ്ങൾ തുടക്കത്തിൽ എങ്ങനെയാണോ ഫിറ്റ്നസ് ഗോൾ വെച്ചത്, അത് മാരത്തോണിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ ഗ്യാരണ്ടി നിങ്ങളെ ആ പറഞ്ഞ വാക്ക്, എഴുതി വെച്ച ഗോള് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ഒരു പുതിയ ജീവിതം ഉണ്ടാവും. ഈ 10 ദിവസം 1 മാസം കഴിയുന്ന സമയത്ത് ഇപ്പൊ സംസാരിച്ച ചലഞ്ചറായിട്ടുള്ള ആളുകളൊന്നും ആയിരിക്കൂല. ഉറപ്പായിട്ടും നിങ്ങളെ ജീവിതം മാറും, ഹൃദയം മാറും, സ്വഭാവം മാറും, എല്ലാത്തിലും മാറ്റം വരും. നിങ്ങൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇതായിരിക്കട്ടെ നിങ്ങൾക്ക് മാരത്തോണിൽ നിന്ന് കിട്ടേണ്ടത് എന്നുള്ള മെസ്സേജ് കൈമാറിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ അവസരം നൽകിയ എൻ്റെ പ്രിയപ്പെട്ട കോച്ച് സിയാദൻ സലീമക്കും, എൻ്റെ ഐഡന്റിറ്റി കൃത്യമായി കാണിച്ചു തന്ന എൻ്റെ സീനിയർ കോച്ച് അൻസാർ ആൻഡ് ഷക്കീലക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് സൈനിങ് ഓഫ്, അനീഷ് മുഹമ്മദ്. ബൈ. Thank you, sir. Thank you very much. Thank you, Anish sir. Thank you. Thank you. Sir, super. Anushka, thank you. Anish sir, thank you.